ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നമുക്ക് പലരും പറയുന്ന ഒരു പരാതിയാണ്, ഒന്നിനും ടൈം തികയുന്നില്ല. എല്ലാവർക്കും 24 മണിക്കൂർ കിട്ടുന്നുണ്ട്, പക്ഷെ ആർക്കും സമയം ഒന്നിനും തികയുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 5 ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ടിപ്പ് നമ്പർ 1 എന്താന്ന് വെച്ചാൽ ടൈം ബ്ലോക്കിംഗ്. അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ 1, 2, 3 ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ 1 ഹവറിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കുന്ന, അതിൽ ഫോക്കസ് ചെയ്തിട്ട് അത് ആ ഒരു 1 ഹവറിനുള്ളിൽ അത് ചെയ്ത് തീർക്കാൻ നോക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ടാസ്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ സെക്കൻഡ് പോയിന്റ് ആണ് ടു ഡു ലിസ്റ്റ് ചെയ്യുക. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഫസ്റ്റ് രാവിലെ മോർണിംഗോ പല ദിവസം നൈറ്റോ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അന്ന് ആ ഒരു ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് ഫുള്ള് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മൊത്തം ഇങ്ങനെ ടിക്ക് ചെയ്തിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടൈം അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ രാവിലെ നേരത്തെ എണീക്കുക. രാവിലെ നേരത്തെ എണീക്കുമ്പോൾ എന്ത് ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ടൈം മറ്റു ദിവസങ്ങളെക്കാട്ടി കുറച്ചും കൂടി ടൈം നമുക്ക് കൂടുതൽ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ നല്ല പ്രൊഡക്റ്റീവ്, അതേപോലെ തന്നെ പോസിറ്റീവ് ആയിരിക്കാനും ഈ രാവിലെ നേരത്തെ എണീക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ 4ാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ടൈം വേസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്നത് ഫോൺ, ലാപ്ടോപ്പ്, TV അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ ടൈം പകുതി മുക്കാൽ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടൈമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് എന്താണ് ലക്ഷ്യം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുത്ത പോയിന്റ്, 5ാമത്തെ പോയിന്റ് ആണ് പ്രൊമഡോറോ ടെക്നിക്ക്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഒരു മനുഷ്യനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബോറടിക്ക് തുടങ്ങും. അതായത് നമ്മൾ പഠിക്കുമ്പോഴാവട്ടെ എന്തിനാവട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 20 മിനിറ്റ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ പഠിച്ചിട്ട് 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുക. അങ്ങനത്തെ പ്രൊമഡോറോ ടെക്നിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു മടുപ്പും വരില്ല. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ലേ എന്ന് പറയട്ടെ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അടുത്ത് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.